ഇന്ന് രാവിലെ മുതലുള്ള വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അതായത് രാവിലെ മുതൽ ഉണ്ണീനെ സ്കൂളിൽ പറഞ്ഞു വിടുന്നിടം വരെയുള്ള വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, കുളിച്ച് വിളക്കൊക്കെ വെച്ചു. പുറത്തേക്ക് നോക്കിയപ്പോൾ അതാണ്ട് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെതാണ് ഇങ്ങനെ മൂടിക്കെട്ടി ഇരുണ്ടും മൂടി നിൽക്കുന്നത് കേട്ടോ. ഇതിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്താ ശാന്തമായിട്ട് പ്രകൃതി നിൽക്കണ പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച് നിന്നു കേട്ടോ. പിന്നെ ഇത് മാങ്ങാച്ചാറ്, ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു 2 എണ്ണം. ഉണ്ണിക്കും ചേട്ടായിക്കും മാങ്ങാച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെറുതെ മാങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് അതിലേക്ക് അച്ചാറ് പൊടി ഇട്ടിട്ട് അധികം മാങ്ങയിലേക്ക് ഇടും, എന്നിട്ട് മിക്സ് ചെയ്ത് വെക്കും. അത് ചൂട് കയറ്റില്ല മാങ്ങയിലേക്ക്. ഞാൻ അങ്ങനെയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുക. അത് ഇങ്ങനെ കടിച്ചിരിക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ബീട്രൂട്ട് കറി വെച്ചിട്ടോ. ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ ചെയ്തതാണ്. ഇതെല്ലാം തലേ ദിവസം അരിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടിന് കുഴച്ച് വെച്ചു കേട്ടോ, നനച്ച് വെച്ചു. അതായത് അജ്മീൻ്റെ പുട്ടുപൊടിയാണ്. പിന്നെ ചോറിന് വെള്ളം വെച്ചു, അരി ഇട്ടു, അത് തിളയ്ക്കാറായി വന്നിട്ടുണ്ട്. പിന്നെ ഈ തോളൂർ എന്ന് പറയുന്ന അച്ചാറുണ്ടല്ലോ, അത് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ ഒരു ഷോപ്പിൽ കയറിയപ്പോഴേക്കും മേടിച്ചാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് നല്ല പുളിയില്ല, മധുരവും പുളിയും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ കിഴങ്ങും ചാറ് വെച്ചു, കിഴങ്ങും പരിപ്പും കൂടി ചാറ് വെച്ചു കേട്ടോ. അത് ഇച്ചിരി വെള്ളം കൂടി പോയോന്ന് ഡൗട്ട്. പിന്നെ ഞാൻ എൻ്റെ കുറേ രാവിലത്തെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചു നിന്ന്. നമ്മുടെ മുഖമൊന്നും കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. രാവിലെ ഞാൻ തല കുളിക്കില്ല കേട്ടോ, തല നനയ്ക്കില്ല കുളിക്കുമ്പോഴേക്കും, ദേഹം മാത്രമേ കഴുകാറുള്ളൂ. അതായത് എനിക്ക് ഈ തൊണ്ടയ്ക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് തൊണ്ടവേദന പെട്ടെന്ന് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ തണുപ്പല്ലേ, നല്ല തണുപ്പും കൂടി ആയതുകൊണ്ടാണ് തല നനയ്ക്കാത്തത്. വൈകുന്നേരം ആണെങ്കിൽ തന്നെ ഞാനൊരു 3 മണിയാകുമ്പോൾ കുളിക്കുവേ. ഒരു 4 മണി അല്ല 6 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും തണുപ്പ് വീഴുമല്ലോ. തണുപ്പ് വീഴുന്നതിന് ഇപ്പുറം തന്നെ ഞാൻ പെട്ടെന്ന് 3-3:30 ആകുമ്പോഴേക്കും കുളിക്കും കേട്ടോ. പിന്നെ മുടി ഉണങ്ങാൻ താമസമാണ് വൈകി കുളിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതേ ചൂടുവെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ണിക്ക് കുളിക്കാനാണ് വെള്ളം വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുട്ടുപൊടി, അജ്മീൻ്റെ പുട്ടുപൊടിയാണ്. കുറച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ചേറെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് പൊലിച്ച് വരുന്നതാണ്. പിന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ചത്. പിന്നെ മറ്റേ പുട്ടുകുറ്റിയില്ല, അതിൽ വയ്ക്കാൻ എനിക്ക് പേടിയാണ്. അതിൽ പിടിച്ചിങ്ങനെ പൊക്കിയെടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പല പ്രാവശ്യം എൻ്റെ കൈ പൊള്ളിയേക്കണത് കൊണ്ട് ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് വയ്ക്കാറുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാണ്ട് സൂര്യനൊക്കെ തലപൊക്കി തുടങ്ങി. ഇന്നപ്പോൾ ഫുൾ വെയിലായിരിക്കും ഞാൻ ഓർത്തേ ഉള്ളൂ സൂര്യനെ കണ്ടപ്പോഴേക്കും. ഇവിടെ മഴയൊക്കെ മാറി കേട്ടോ. മഴ ഉണ്ടായിരുന്നെങ്കിലും തന്നെ നമുക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളം കയറുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സേഫായിരുന്നു. എന്താണെങ്കിലും ഉണ്ണിക്കും ചേട്ടായിക്കും ഇന്ന് ഫുഡ് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായിക്കും കൂടെ ഞാൻ ചോറെടുത്ത് വെച്ചു. ചോറും കിഴങ്ങ് ചാറും ബീട്രൂട്ട് കറിയും പിന്നെ മാങ്ങാച്ചാറും